നമസ്കാരം. 6 രാശിക്കാർക്ക് ഇത് രാജയോഗ സമയമാണ്. വെറും രാജയോഗമല്ല, ഇരട്ട രാജയോഗം. ബുധനും ശുക്രനും രാശി മാറിയതിൻ്റെ മികച്ച നേട്ടങ്ങൾ ഈ രാശിയിലും പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, ശുക്രൻ സെപ്റ്റംബർ 18 സ്വക്ഷേത്രമായ തുലാൻ രാശിയിൽ എത്തിയിരിക്കുന്നു. ഒപ്പം ബുധൻ രാശി മാറി കന്നി രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ 2 ഗ്രഹങ്ങളും വളരെ വലിയ ഉയർച്ച നൽകുന്നവയാണ്. ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഴിയുന്ന സമയം. എല്ലാ രീതിയിലും അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യാനുഭവങ്ങളിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും. 6 രാശിക്കാർക്കാണ് ആ ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരുന്നത്. 6 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലാണ് വലിയൊരു മാറ്റം വന്നു ചേരുന്നത്. ഇതുവരെ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകരെ കൊണ്ടെത്തിക്കും. ഇവർക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ശുക്രൻ സെപ്റ്റംബർ 18 സ്വക്ഷേത്രമായ തുലാൻ രാശിയിൽ എത്തിയിരിക്കുന്നു. ഒപ്പം ബുധൻ രാശി മാറി കന്നി രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇത് രണ്ടും വളരെ വലിയ ഗുണാനുഭവങ്ങളാണ് നൽകുന്നത്. നമുക്കറിയാം, ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച്, എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ഈ നക്ഷത്ര ജാതകർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച്. നാളെ സെപ്റ്റംബർ മാസം 24-ാം തീയതി സിദ്ധയോഗമാണ്. വൃശ്ചിക രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ്. 2 നാൾ ചന്ദ്രാഷ്ടമാകയാൽ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർ നല്ല കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് ഇവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ തന്നെയും തന്നിലേക്ക് പ്രശ്നങ്ങളൊക്കെ ആരോപിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങളൊക്കെ ഇവർക്ക് വിതയ്ക്കുവാൻ മറ്റുള്ളവർ കൈയെടുത്തേക്കും. അതുകൊണ്ട് വൃശ്ചിക രാശിക്കാരായ വിശാഖവും അനിഴവും തൃക്കേട്ടയും അല്പം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഈ 2 ദിനം ചന്ദ്രാഷ്ടമമായതിനാൽ അല്പം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന രാശിക്കാരൊക്കെയും നാളെ കഴിയുമെങ്കിൽ കാലഭൈരവന് വഴിപാട് നടത്തുക. കാലഭൈരവന് വഴിപാട് നടത്തി നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഭിചാര ദോഷങ്ങൾ, മറ്റു ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ ഒക്കെയും മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ അടുത്തുള്ള കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ കുരുമുളക് ദീപം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഒരുപാട് ഭാഗ്യവും നേട്ടവും നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. എല്ലാ നക്ഷത്ര ജാതകരും ഭാഗ്യമുള്ളവർ തന്നെയാണ്. അവർ അതിനുവേണ്ടി എഫോർട്ട് എടുക്കുക. അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നമുക്കിന്നറിയാം, ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതം വഴിമാറുന്ന, എല്ലാ രീതിയിലും ഇരട്ട രാജയോഗം വന്നു ചേരുന്ന ആ 6 രാശിക്കാരെ. ആ 6 രാശിക്കാരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നാളെ ചൊവ്വാഴ്ചയാണ്. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജ ചെയ്യുന്നുണ്ട്. നാളെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക. നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം ഇതെല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. എഴുതിയെടുത്തതിന് ശേഷം നിങ്ങളുടെ പേരിലും ജന്മനക്ഷത്ര നാളിലും ഒരു പൂജ ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യം വന്നു ചേരും. ഒത്തിരി സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന, ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിയിലെ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. കന്നിയുടെ അധിപനായ ഗ്രഹം ബുധനാണ്. കന്നിയിൽ ബലവാനായി നിന്നാൽ ആ ജാതകന് കടങ്ങൾ ഉണ്ടാകാനും കടങ്ങൾ വർദ്ധിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറുവാനുമുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ ചെയ്യേണ്ട പരിഹാരം: ഞായർ, ചൊവ്വ ദിനങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. എല്ലാ രീതിയിലും സമൃദ്ധിയും ഐശ്വര്യവുമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോവുകയാണ്. ഇനി വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വലിയ നേട്ടം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. എല്ലാ രീതിയിലും ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഇവർക്ക് മാറിക്കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും.
സാധ്യമാകും. അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറുകാർക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ചിങ്ങക്കൂറുകാർക്ക് സംഭവിക്കുന്നു. ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ചില വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അതിലൊന്നാമത്തെ വഴിപാട് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോവുക. കുടുംബക്ഷേത്രത്തിൽ കുലദൈവ വഴിപാട് നടത്തുക. കുലദൈവ വഴിപാട് എന്താണ്? നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളൊരു പായസം, ശർക്കര പായസം അവിടെ നേദിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ പോകുവാനും കാരണമാകും. എല്ലാ രീതിയിലും നേട്ടമാണ്, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേടിയെടുക്കുവാൻ സാധ്യമാകും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ചിങ്ങൻ രാശിക്കാർ എത്തുന്നത്. നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്തതെന്ന് പറയുന്നത് കന്നി രാശിക്കാരാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി കന്നി രാശിക്കാർക്ക് ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ്. ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. നമ്മുടെ അഭിജ്ഞ ആനന്ദം പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ കന്നി രാശിക്കാർ എത്തുമെന്ന്. കന്നി രാശിക്കാരായ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ്. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചിക രാശിക്കാരാണ്. വൃശ്ചിക രാശിയിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുവാനും ഒരു ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു ജോലി വളരെ പെട്ടെന്ന് ഇവർക്ക് ലഭ്യമാകുവാനും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി സ്നേഹസമ്പന്നതയോടുകൂടി കഴിയുവാൻ, അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിയുവാൻ, ധാരാളം ധനമിട്ട് ചെലവഴിക്കുവാനുള്ള ഭാഗ്യമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട ഈ 2 നാൾ ഞാൻ പറഞ്ഞല്ലോ, ബുധനും വ്യാഴവും ഇവർക്ക് ചന്ദ്രാഷ്ടമമാണ്. ഈ 2 നാൾ അല്പം കരുതിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും വൃശ്ചിക രാശിക്കാർ. അപ്പോൾ വളരെ സൂക്ഷിക്കുക. ചന്ദ്രാഷ്ട സമയത്ത് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, കടം വാങ്ങാൻ പാടില്ല, അതുപോലെ കടം കൊടുക്കാൻ പാടില്ല, ഒരാളെ വിശ്വസിക്കരുത് അതിര് കവിഞ്ഞ്. ഈ ഒരു സമയത്ത് പ്രശ്നങ്ങളായിരിക്കും നമുക്ക് സംഭവിക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. ഈ വ്യാഴാഴ്ച നിങ്ങൾക്ക് ബുധനും വ്യാഴവും നിങ്ങളെ സംബന്ധിച്ച് വൃശ്ചിക രാശിക്കാരെ കുറിച്ച് അല്പം പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അതിനല്പം സംയമനം പാലിച്ച് വളരെ നന്നായി മുന്നോട്ട് പോവുക. ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വൃശ്ചിക നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. നേട്ടങ്ങളായിരിക്കും. അടുത്ത നക്ഷത്ര ജാതകർ ധനുരാശിക്കാരാണ്. ധനുരാശിയിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. വിദേശ രാജ്യത്തൊക്കെ പോകാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവരെത്തും. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ധനം വന്നു ചേരുന്ന വഴിയൊക്കെ ഇവർക്ക് തുറക്കപ്പെടും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമാണ്. ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, അവിടെ നെയ്വിളക്കൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക, അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ കുലദൈവ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുവാനും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരുവാനും കാരണമാകും. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 94 967 24 401 എന്നതാണ് വാട്സാപ്പ് നമ്പർ. തീർച്ചയായും അതിന് മറുപടി തരും. അടുത്തത് കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കുംഭൻ രാശിക്കാർ എത്തുന്നു. അവിട്ടത്തിനും ചതയത്തിനും പൊരുരുട്ടാതിക്കും ഇത് വലിയ പ്രതീക്ഷകൾ, ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന സമയമാണ്. ജീവിതത്തിൽ എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടോ, എത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ, എത്രമാത്രം ആൾക്കാരുടെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യങ്ങൾ ദൈവം തമ്പുരാൻ വാരിക്കോരി ചൊരിഞ്ഞു നൽകും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് കുംഭൻ രാശിക്കാർ എത്തുന്നത്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ കാലഭൈരവന് വഴിപാട് നടത്തുക. കാലഭൈരവന് കുരുമുളക് ദീപം വഴിപാട് നടത്തുക. നിങ്ങളുടെ ദൃഷ്ടിദോഷം, ആഭിചാരദോഷം, ശത്രുദോഷം ഇങ്ങനെയുള്ള സകല ദോഷങ്ങളും അകലുവാൻ വേണ്ടി കാലഭൈരവന് വഴിപാട് നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും വളരെ പെട്ടെന്ന് അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ
കുലദൈവ വഴിപാട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുലദൈവത്തിന് നിങ്ങൾ നെയ്ദീപം കത്തിക്കുക എന്നത് അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, അതിലൊന്നും ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പൊങ്കൽ, അതായത് ഒരു പായസം വഴിപാടായി നടത്തുക, പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്ക് എത്തും. ഏതായാലും 6 രാശിക്കാർക്ക് ഇത് ഇരട്ട രാജയോഗത്തിൻ്റെ സമയമാണ്. ബുധനും ശുക്രനും രാശി മാറിയതിൻ്റെ മികച്ച നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ ദാനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക. ഭാഗ്യം കടാക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.